CPI പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ പല പ്രമുഖരായ നേതാക്കളും CPI വിട്ട് പല രീതിയിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ചിലർ സ്വതന്ത്രരായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു, ചിലർ കോൺഗ്രസിലേക്ക് എത്താൻ ശ്രമിക്കുന്നു, ചിലർ UDFുമായി സഖ്യമുണ്ടാക്കാൻ മറ്റ് പോംവഴികളുണ്ടോ എന്ന് ആലോചിക്കുന്നു. C ദിവാകരനും മുല്ലക്കര രത്നാകരനും അതുപോലെ തന്നെ പഴയ CPIയുടെ പല നേതാക്കളും ബിനോയ് വിശ്വത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പാർട്ടി കുളം തോണ്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ അചഞ്ചലമായ ഹിഡൻ അജണ്ടകൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പല നേതാക്കളും കഷ്ടപ്പെട്ട് പൊരുതി ജയിച്ച മണ്ഡലങ്ങൾ ഇന്ന് അപ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കരുനാഗപ്പള്ളി പോലൊരു മണ്ഡലം എന്തുകൊണ്ടാണ് CR മഹേഷ് വിജയിച്ചത്? അതിനു മുമ്പ് ആരായിരുന്നു അവിടെ MLA? C ദിവാകരൻ കരുനാഗപ്പള്ളിയെ 2 തവണ പ്രതികരിച്ച വ്യക്തിയാണ്. ആ മണ്ഡലം ഇന്ന് കോൺഗ്രസിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. CPIയുടെ പല പ്രമുഖരായ നേതാക്കളും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നേടിയ വിജയം അവർക്ക് 2 ടേമിൽ കൂടുതൽ കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി അവരുടെ വലിയ രീതിയിലുള്ള പ്രയത്നത്തിൻ്റെ ഫലം മറ്റ് പലരിലേക്കും കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം GR അനിൽ. തിരുവനന്തപുരത്തെ ഏറ്റവും മോശപ്പെട്ട MLAമാരിൽ ഒരാളാണ് GR അനിൽ. ഇദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രി കൂടിയാണ്. അതായത് C ദിവാകരൻ കഷ്ടപ്പെട്ട് മത്സരിച്ച് വിജയിച്ച നെടുമങ്ങാട് മണ്ഡലമാണ് GR അനിൽ തട്ടിയെടുത്തത്. CPIയിൽ ചില നേതാക്കൾക്ക് പല രീതിയിലും ആനുകൂല്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന പല നേതാക്കളും ഏത് സമുദായത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷവുമായി ബന്ധിക്കപ്പെട്ട് മുന്നോട്ട് പോകാനാണ് CPIയുടെ നേതാക്കളുടെ ശ്രമമെങ്കിൽ അടിമത്തം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത പലരുമുണ്ട്. അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കൾ, അവരിൽ പലർക്കും അറിയാം ഇവിടെ CPIM BJP കൂട്ടുകെട്ട് ഏതൊക്കെ മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വാർഡ് വിഭജനം ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് അവിടെയും വലിയ തോതിൽ ചക്കളത്തിപ്പോരുണ്ടാക്കി വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. CPIയിലെ പല നേതാക്കളും റിബൽ സ്ഥാനാർത്ഥികളാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ CPIക്ക് നിയമസഭാ സാമാജികർ ഉണ്ടാകുകയില്ല എന്ന് ബിനോയ് വിശ്വത്തിനോട് തറപ്പച്ച് പറഞ്ഞിരിക്കുകയാണ് KE ഇസ്മായിൽ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ. ഇവരെയൊക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്ന പേരിൽ സസ്പെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ദീർഘകാലത്തേക്ക് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഒരുക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. ബിനോയ് വിശ്വം ഏകാധിപതിയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പിണറായിയുടെ ബാധ കയറിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. ടേം കണ്ടീഷൻ 2 തവണയിൽ കൂടുതൽ തുടർച്ചയായി മത്സരിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ വളരെയധികം പൊരുതി ജയിച്ച മണ്ഡലങ്ങൾ പലതും നഷ്ടമാകും. അത് വളരെ വ്യക്തവുമാണ്. ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങൾ BJPയുടെ കയ്യിൽ കൊടുക്കാനുള്ള ബിനോയ് വിശ്വത്തിൻ്റെ സർജിക്കൽ മൂവാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.